Let's make chicken biryani. അപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ സ്പെഷ്യലായിട്ട് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഇത് എൻ്റെ സ്വന്തം റെസിപ്പി അല്ല കേട്ടോ. എല്ലാവരെയും പോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് ഈ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയണ്ടായിരുന്നില്ല. പിന്നെ യൂട്യൂബ് തന്നെ ശരണം. ഷാൻജിയോയും കണ്ണൂർസ് കിച്ചണും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് പല പല ബിരിയാണി ഉണ്ടാക്കി. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ തന്നെ ഇൻവെൻറ്റ് ചെയ്തെടുത്ത ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി ഇത്. കുറച്ച് അൺഹെൽത്തി ആണ് കാര്യം. പൊരിച്ച കോഴിയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യണത്. എൻ്റെ ചീറ്റ് ഡേ ആയതുകൊണ്ട് നമുക്കത് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയിൽ വെച്ചിട്ട് കൈമ റൈസില്ലേ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് കുറച്ചുകൂടി അടിപൊളിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് അൺഹെൽത്തി ആയതുകൊണ്ട് സവാള പൊരിച്ചതും ചിക്കൻ പൊരിച്ചതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കി ചോറും വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ദം ചെയ്യാനായിട്ടിടാം. അങ്ങനെ ദം ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ അങ്ങനെ കുറച്ച് നേരം വയ്ക്കുക. അതിൻ്റെ കൂടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറുതായിട്ട് കരിഞ്ഞുപോയി. എന്നിട്ട് ഒരു 10 മിനിറ്റ് അങ്ങ് വെക്കുക. 10 മിനിറ്റിന് ശേഷം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി. ഇതിന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും തക്കാളിയും പിന്നെ കുറച്ച് കേടും പിന്നെ നമ്മുടെ ഇലയും മല്ലിയിലയും പിന്നെ കുറച്ച് തൈരും പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് മസാലപ്പൊടി മാത്രം മതിയും. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ സൺഡേ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ സൺഡേ എങ്ങനെയായിരുന്നു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി, ബൈ. അടുത്ത വീഡിയോ കാണാം.